Hello everyone, നമസ്കാരം ആൻഡ് വെൽക്കം ടു റെൻസ് വേൾഡ്. എല്ലാവരുടെയും ജീവിതം സന്തോഷമായിരിക്കട്ടെ എന്ന് ആശംസിച്ചിട്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് തുടങ്ങാം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ടേസ്റ്റി സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. ഇതിന് നമ്മൾ എടുത്തേക്കുന്ന 1/2 കിലോ ചിക്കനാണ്. ആദ്യം മാരിനേറ്റ് ചെയ്യാം. അതിനുവേണ്ടി 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് മഞ്ഞൾ, പകുതി ചെറുനാരങ്ങയുടെ നീര്. ഇതെല്ലാം നമുക്ക് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കാം. നമ്മുടെ ചേരുവകളെല്ലാം റെഡിയാണ്. നമുക്ക് തുടങ്ങാം. നമ്മൾ കുക്ക് ചെയ്യാൻ എടുത്തേക്കുന്ന ഒരു അയൺ കടായിയാണ്. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ നെയ്യ്. ഒരു 4 വലിയ സവോള ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് ചേർക്കുന്നുണ്ട്. ആവശ്യത്തിനുമായ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പിലയും. സവോള നന്നായിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഇത് നന്നായിട്ട് റെഡ്യൂസ് ആയി കിട്ടണം. ഒരു പച്ചമുളക്. സവോള ഒന്ന് റോസ്റ്റായി തുടങ്ങുമ്പോഴാണ് നമ്മൾ മസാല ചേർക്കാൻ പോകുന്നത്. അങ്ങനെ ചേർക്കുമ്പോൾ നമ്മുടെ മസാലയുടെ ഫ്ലേവേഴ്സ് കുറച്ചുകൂടി ഫ്രഷ് ആയിരിക്കും. മസാല ഓവർ റോസ്റ്റും ആകില്ല. നമ്മൾ സിനമൺ, കാർഡമം ആൻഡ് ക്ലോവ്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ കുറച്ച് നേരം നെയ്യിലൊന്ന് റോസ്റ്റാക്കി എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ എല്ലാം നന്നായിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം. നമ്മുടെ സവോള സ്ലൈറ്റായിട്ട് ബ്രൗൺ ആയി കിട്ടണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ മാരിനേറ്റ് ചെയ്ത ചിക്കനും ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ടൊന്ന് യോജിച്ച് കൊടുക്കുക. ചിക്കൻ നമ്മൾ 5 മിനിറ്റ് അടച്ചു വെച്ചിട്ട് വേവിക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ മസാല റെഡിയാക്കാം. അതിനുവേണ്ടി 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി പൊടി, 1 ടേബിൾ സ്പൂൺ ജീരപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ചൂടുവെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊരു പേസ്റ്റ് പരുവത്തിൽ ആക്കിയെടുക്കാം. ചിക്കന് പകുതി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. എല്ലാം നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. മസാല ഒന്ന് റോസ്റ്റായി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ടൊമാറ്റോ പ്യൂരി ഒഴിച്ച് കൊടുക്കാം. ഇത് 3 വലിയ ടൊമാറ്റോ എടുത്ത് പേസ്റ്റ് ആക്കിയതാണ്. നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിക്കണം. ടൊമാറ്റോ ഒന്ന് കുക്കായി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് കാഷ്യൂ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കറി ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ചിക്കൻ മസാല, ഒരു 1/2 ടീസ്പൂൺ
ബ്രൗൺ ഷുഗർ, ചെറുനാരങ്ങയുടെ നീര്, മല്ലിയില, പിന്നെ നമ്മൾ കുതിർത്ത് വെച്ച കസൂരി മേത്തിയാണിത്. ഇതെല്ലാം ചേർത്ത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിത് 5 മിനിറ്റ് അടച്ച് വേവിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ തടക്കയാണ്. ഇതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് എടുക്കുന്നുണ്ട്, 1 ടേബിൾ സ്പൂൺ നെയ്യ്. അതിലേക്ക് ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് ഒരു 5 ഗാർലിക്കാണ്, 5 ഗാർലിക്കിൻ്റെ ക്ലോവ്സാണ്. അത് നന്നായിട്ടൊന്ന് ബ്രൗൺ ആയി കിട്ടുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇത് നല്ല ചൂടോടെ നമുക്ക് ചിക്കൻ കറിയുടെ മുകളിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. നല്ല ഈവനായിട്ട് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഗാർലിക്കിൻ്റെ ഫ്ലേവർ ഒന്ന് ഇൻഫ്യൂസ് ആവാൻ നമ്മളിത് 5 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുന്നുണ്ട്. വാട്ട് ആൻ അമേസിങ് അറോമ! ഇത് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നിങ്ങളിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ഇറ്റ്സ് എ വെരി വെരി ടേസ്റ്റി ചിക്കൻ കറി. ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഏറ്റവും ബെസ്റ്റാണ് ഗീ റൈസ്. ഗീ റൈസിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്കത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. യു ഷുഡ് ഡെഫിനറ്റ്ലി ട്രൈ ദിസ് കോംബോ. നിങ്ങൾക്കിത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈസ്റ്ററിന് വേണ്ടി ഇതൊരു സ്പെഷ്യൽ വിഭവമാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. എൻ്റെ വീഡിയോ കണ്ടതിൽ നന്ദിയുണ്ട്. താങ്ക് യു. ടേക്ക് കെയർ ആൻഡ് ബൈ.